പുനർവിവാഹം. രചന മായ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. മേളങ്ങളുടെയും കുരവയുടെയും അകമ്പടിയോടെ ഹർഷൻ താലിയാർത്തി. അഞ്ജന പുറകിൽ നിന്നും വേണിയുടെ മുടിയും മുല്ലപ്പൂവെന്ന് ഒതുക്കിക്കൊടുത്തു ഹർഷന്റെ പെങ്ങൾ സ്ഥാനം അലങ്കരിച്ചു. വേണിയിലേക്കൊന്നാഞ്ഞ് കഴുത്തിൽ താലി മുറുക്കുമ്പോൾ വേണിയുടെ അടഞ്ഞ കൺപോളകൾക്കിടയിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീര്. ഹർഷൻ താലി കെട്ടിക്കഴിഞ്ഞതും ആ കണ്ണീരിൽ കുതിർന്ന കവിളിൽ പതിയെ തന്റെ ചുണ്ടുകളും പതിപ്പിച്ചു. വേണി ഒരു പിടയലോടെ കണ്ണുകൾ തുറന്നു. പ്രാർത്ഥനകളോടെ നിറകണ്ണുകളോട് അരികിൽ തന്നെ ഉണ്ടായിരുന്ന അച്ഛനമ്മമാരുടെയും സഹോദരങ്ങളുടെയും മറ്റു ബന്ധുമിത്രാദികളുടെയും ചുണ്ടിലും ചിരി വിരിഞ്ഞു. അതിൽ കൂടുതൽ ശ്യാമിനും അമ്മനിലും വലിയ അത്ഭുതം തന്നെ തോന്നിപ്പോയി. ഹർഷൻ വേണിയെ ചുംബിച്ച കാണി അവർ അത്ഭുതത്തിന്റെയും സന്തോഷത്തിന്റെയും കളിയാക്കലിന്റെയും ഒക്കെ ചേർന്ന ഒച്ച വെച്ചു. വേണി പിടയലോടെ നാണത്തോടെ മുഖം കുനിച്ചു. ഹർഷനും ചെറിയ ചമ്മലോടെ അടുത്ത നിമിഷം തന്നെ ആ ചമ്മലിന് പുറത്ത് സ്വതവേയുള്ള ഗൗരവം എടുത്തണിഞ്ഞു. സന്ധിക്കും ഷാജിക്കും മനസ്സെറിഞ്ഞിരുന്നു. രാധികയ്ക്കും തന്റെ മകന്റെ സന്തോഷം കാണി സംതൃപ്തി അടഞ്ഞു. പുഷ്പഹാരങ്ങൾ കൂടി പരസ്പരം അണിയിച്ചതും ഷാജി കന്യാദാനം ചെയ്യാനായി മുന്നിലേക്ക് വന്നു. തിരുമേനിയുടെ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഷാജി ഹർഷന്റെ വലതുകരത്തിലേക്ക് വേണിയുടെ കരവും ചേർത്ത് വെച്ചു. ശേഷം വധൂവരന്മാർ 7 തവണ അഗ്നിയെ വലം വെച്ചു. പണ്ടെപ്പോഴോ വായിച്ച കഥയിലെ കഥാപാത്രങ്ങളാണെന്ന് തോന്നി ഹർഷന്. താനും വേണിക്ക് താൻ ഇപ്പോഴൊരു സ്വപ്നലോകത്ത് തന്നെയാണെന്ന മട്ടും. ചടങ്ങുകൾ അവസാനിച്ചതും പിന്നീട് ഫോട്ടോ സെഷൻ ആയിരുന്നു. ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയതും ആളുകൾ ഓരോരുത്തരെ ഭക്ഷണം കഴിക്കാനായി എഴുന്നേറ്റു. നാട്ടിലെ തന്നെ കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ചാണ് വിവാഹം. അവിടുത്തെ തന്നെ സദ്യാലയത്തിലാണ് വിവാഹ സദ്യയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഫാമിലി ഫോട്ടോസ് എടുത്തു കഴിഞ്ഞതും അമലും ശ്യാമും സദ്യാലയത്തിലെ മേൽനോട്ടങ്ങൾക്കായി പോയി. പിന്നെ ബാക്കിയുള്ള ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പമുള്ള ചിത്രങ്ങൾ കൂടി എടുത്ത ശേഷമാണ് ഹർഷനും വേണിയും കഴിക്കാനായി ചെന്നത്. ഭക്ഷണമെല്ലാം കഴിഞ്ഞ ഉടനെ തന്നെ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. വിഷമത്തിന്റെയോ വിടപറയലിന്റെയോ ആവശ്യകത ഒന്നുമില്ലായിരുന്നുവെങ്കിലും വേണിയെ യാത്ര അയക്കുമ്പോൾ അവരുടെ മിഴികളൊക്കെ നനഞ്ഞിരുന്നു. ഹർഷന്റെ കൈകളിൽ അവളെ ഏൽപ്പിച്ചപ്പോൾ പഴയ ഓർമ്മകളിലായിരിക്കണം അയാളുടെ വിരലുകൾ വിറകൊണ്ടു. അത് തിരിച്ചറിഞ്ഞെന്നോണം ഹർഷൻ ആ വിരലുകൾ മുറുക്കെ പിടിച്ച അയാൾക്ക് ആശ്വാസമേകി. രാധിക നൽകി 5 തിരിയിട്ട് കത്തിച്ച നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി വേണി. കൂടെ തന്നെ ഹർഷനും. പാർവതി പരമേശ്വരന്റെ വിഗ്രഹത്തിനു മുമ്പിൽ നിലവിളക്ക് തൊഴുതി 2 പേരും. പ്രാർത്ഥന കഴിഞ്ഞതും രാധിക 2 ആളെയും ലിവിംഗ് റൂമിലെ സെറ്റിൽ പിടിച്ചിരുത്തി മധുരം നൽകി. അത് കഴിഞ്ഞാണ് വേണിയെ വസ്ത്രമെല്ലാം മാറ്റാനായി റൂമിലേക്ക് വിട്ടത്. വീടിനടുത്തുള്ള 2-3 പെൺകുട്ടികൾ തന്നെയായിരുന്നു അവരുടെ കൂടെ ചെന്ന്. ഹർഷന്റെ റൂമിൽ ശ്യാമിന് കുറച്ചധികം കലാപരിപാടികൾ ഉള്ളതുകൊണ്ട് രാധികയുടെ റൂമിലേക്കാണ് പോയത്. ഈവനിങ് റിസപ്ഷനില്ലാതെ മറ്റ് ചടങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേണിക്ക് ഒരു സമയം റെസ്റ്റ് എടുക്കാനും പറ്റും. പെൺകുട്ടികൾ 3 പേരും ചേർന്ന് വേണിയുടെ മുല്ലപ്പൂ വഴിച്ച് മുടി സ്വതന്ത്രമാക്കി. പിന്നെ ഓർണമെന്റ്സ് ഓരോന്നും ഊരിയെടുത്തു. അപ്പോൾ തന്നെ വേണിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. വേണിയുടെ പഴയ ആഭരണങ്ങളെല്ലാം മാറ്റിയിരുന്നു. മുൻവാത്തിനിട്ടൊന്നും വീണ്ടും അണിയാനുള്ള താല്പര്യം ഒട്ടുമില്ലായിരുന്നു അവൾക്ക്. അഴിച്ചു വെച്ച ഓർണമെന്റ്സ് എല്ലാം ഭദ്രമായ അലമാരയിലേക്ക് വെച്ച് ലോക്ക് ചെയ്ത് അവൾ ഫ്രഷായി വന്നു. രാധിക നേരത്തെ തന്നെ കൊണ്ടുവച്ച ഒരു കോട്ടൺ സൽവാർ ഇട്ട് ബെഡിലേക്ക് ഇരുന്ന് വേണി. അന്നേരം തന്നെ ഒരു ഗ്ലാസ്സിൽ ലെമൺ ജ്യൂസുമായി വന്നു രാധിക. റൂമിലുണ്ടായിരുന്നവരെല്ലാം പോയിരുന്നു. അപ്പോഴേക്കും ക്ഷീണിച്ചോ എന്റെ കുട്ടി? രാധിക അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. കുഴപ്പമില്ല ആന്റി, ആ സാരി ഓർണമെന്റ്സ് അഴിച്ചു വെച്ചപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. അവൾ ഗ്ലാസ്സിൽ നിന്നും ജ്യൂസ് അല്പം കുടിച്ചിറക്കിക്കൊണ്ട് പറഞ്ഞു. ആ ബ്യൂട്ടീഷ്യൻ വരെ ഇനിയും സമയമുണ്ടല്ലോ, ഒന്ന് ഉറങ്ങിക്കോ, ആന്റി വന്ന് വിളിക്കേണ്ട സമയമാകുമ്പോ, രാധിക പറഞ്ഞു. ആരെങ്കിലും ഇനി വഴക്ക് പറയോ? വേണിക്കൊന്ന് കിടക്കാനും ഉറങ്ങാനും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ചോദിച്ചു. ആര് വഴക്ക് പറയാൻ? അങ്ങനെ ആരും വഴക്ക് പറയില്ല ഞാനിവിടെ ഉണ്ടാകുമ്പോ. ഇന്നലെയും ലേറ്റായിട്ടല്ലേ കിടന്ന്, ഒന്ന് ഉറങ്ങിക്കോ. ഹർഷൻ അവിടെ ആ വെപ്പുകാരോട് സംസാരിക്കുക, അവന് ഞാനിങ്ങോട്ട് വിടണ്ട്, കിടന്നോ. കുടിച്ചെഴിഞ്ഞ ഗ്ലാസ് തിരികെ വാങ്ങി രാധിക അവളെ ബെഡിൽ കിടത്തിയ ശേഷമാണ് പുറത്തേക്ക് വന്ന് റൂമിന്റെ ഡോറ് ചാരിയിട്ട് രാധിക തന്റെ 2 ആൺമക്കളെയും തിരഞ്ഞ് വീടിന് പുറത്തേക്ക് വന്നു. മുറ്റത്ത് ഗോപന്റെ മക്കളും അയലത്ത് 1-2 കുട്ടികൾ ഓടി കളിക്കുന്നുണ്ട്. അവരെ ഒന്ന് അലസമായി നോയിക്കൊണ്ട് രാധിക റിസപ്ഷന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്റ്റേജിനടുത്തേക്ക് ചെന്നു. ഹർഷൻ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അവിടെ. കല്യാണ വേഷത്തിൽ തന്നെയാണ് അവൻ. രാധികയെ കണ്ടതും അവൻ സംസാരം നിർത്തി അവിടെ അടുത്തേക്ക് ചെന്നു. ഹർഷ, നീ ഇതുവരെ ഈ വേഷം മാറ്റിയില്ലേ? ചെന്ന് ഫ്രഷായി നിനക്ക് ഉറങ്ങണമെങ്കിൽ ഒന്ന് ഉറങ്ങിക്കോ, ഇവിടെ ചുറ്റിത്തിരിയണ്ട. അല്ലെങ്കിൽ വേണിയുടെ അടുത്തേക്ക് ചെല്ല്, അവൾ എന്റെ റൂമിൽ കിടക്കുന്നുണ്ട്. എന്റെ അമ്മേ, ശ്യാമ ഇവിടെയാ? എത്ര തവണ ഞാനവളെ വിളിച്ചെന്നറിയോ? ഇതിപ്പോ എല്ലാത്തിനും ഞാൻ തന്നെ ഓടണം. അമ്മയെ കണ്ടത് ഹർഷൻ ദേഷ്യപ്പെട്ടു. വന്നിട്ട് വേഷം മാറാൻ പോലും അവന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഓരോ കാര്യങ്ങൾക്ക് മറ്റാരെയും കിട്ടാത്തതുകൊണ്ട് അവൻ തന്നെ വരേണ്ടി വന്നു. ആ ചെക്കന്റെ കാര്യം പറയാണ്ടിരിക്കുക നല്ലത്. മണിയറ ഒരുക്കണം എന്ന് പറഞ്ഞ് ഏതോ നേരം കയറിയത് ആ മുറിക്കുള്ളില്. ആരെയും കടത്തൊന്നുമില്ല അകത്തേക്ക്. അവനോട്ട് പുറത്തേക്ക് വരുന്നില്ല. നീ എന്തായാലും ചെന്ന് ഫ്രഷ് ആവും. ഇനി ബാക്കിയൊക്കെ ഞാനും അങ്കിളും നോക്കിക്കോളാം. രാധിക അവനെ പറഞ്ഞയച്ചു.
ഹർഷൻ അമ്മയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ വേണി പതിയെ ഉറക്കം പിടിച്ചിരുന്നു. അവൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ അടുത്തേക്ക് ചെന്നു. കണ്ണ് രണ്ടും മുറുക്കി പൂട്ടി കൈ തലക്കീഴിൽ വെച്ച് ഒരൽപ്പം വാതുറന്ന് ചെരിഞ്ഞിടക്കുന്നവൾ ഹർഷൻ നിശബ്ദം വീക്ഷിച്ചു. മുഖത്താകെ പരതിയ കണ്ണുകൾ പതിയെ അരിച്ച് കഴുത്തിലേക്ക് ഇറങ്ങി. ഹർഷൻ എന്ന് പേര് കൊത്തിയ പൊന്നിന്റെ ആ ചെറിയ ലോഹക്കഷ്ണത്തിൽ അവന്റെ നോട്ടം കുരുങ്ങി. ഉറങ്ങിക്കിടക്കുന്ന സെൽവാർ ടോപ്പിലൂടെ വെളിവാകുന്ന മാറിൻ ചുഴിയിൽ തങ്ങി നിൽക്കുന്ന പൊന്ന് അവന്റെ കണ്ണുകളൊന്ന് വെട്ടി. പ്രണയത്തോടെയും കൗതുകത്തോടെയും നോക്കിയ താലിയിൽ നിന്നും കണ്ണുകൾ വഴിതെറ്റാൻ സമയമേറെ വേണ്ടി വന്നില്ല. വെട്ടിച്ചു മാറ്റിയ കണ്ണുകൾ വീണ്ടും വീണ്ടും നേരത്തേതിനേക്കാൾ കൗതുകത്തോടെ അവിടേക്ക് തന്നെ സഞ്ചരിച്ചു. അവിടെയൊന്നും ഉമ്മ വയ്ക്കാൻ അവന് തിക്കുമുട്ടി. തൊട്ടു നോക്കാൻ ആ മാർദ്ദവം അറിയാൻ ഇതുവരെ ഇല്ലാത്ത കൊതി. അവൻ വേണിയെ നോക്കി. ഉറക്കം തന്നെയാണവൾ. ഉണർത്തണോ വേണ്ടയോ എന്നൊരു സംശയത്തോടൊന്നും നിന്നെങ്കിലും പിന്നെ കള്ളം ചെയ്യുന്ന കുട്ടിയെ പോലെ അവൻ അവിടേക്ക് മുഖം താഴ്ത്തി. തൊട്ടില്ലെന്ന മട്ടിലെത്തിയപ്പോഴേക്കും ഡോറിൽ ആരോ നോക്ക് ചെയ്തു. ഹർഷൻ വിറയലോടെ ചാടി എഴുന്നേറ്റു. പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നവളെ നോക്കി ദീർഘമായി ശ്വാസമെടുത്തു. പിന്നെ ചെന്ന് ഡോറ് തുറന്നു. ശ്യാമാണ്. ഏട്ട് ദൂരം ഫ്രഷായില്ലേ? ദേ അങ്കിൾ വിളിക്കുന്നുണ്ട്, ഒന്ന് വേഗം വന്നേ. അവൻ മുറിയിലേക്കൊന്ന് എത്തി നോക്കി വേണിയെ കൂടി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹർഷൻ മറുപടിയും നൽകാതെ കനത്ത മുഖത്തോടെ തന്നെ ഡോറടച്ചു. ഓ, സ്വന്തം കല്യാണ ദിവസം ഏറെ പിടിച്ചിരുന്നോളൂ. ശ്യാം മുറുമുറുത്തുകൊണ്ട് തിരിഞ്ഞടന്നു. ഹർഷൻ പെട്ടെന്ന് തന്നെ ചെന്ന് ഫ്രഷായി വന്നു. വേണിയെ വിളിക്കാനോ ശ്രദ്ധിക്കാനോ നിൽക്കാതെ റൂമിൽ നിന്നും തിരക്കിലേക്ക് ഊളിയിട്ടു. കുറച്ചുകൂടെ കഴിഞ്ഞ് രാധിക ഒന്ന് വിളിച്ചപ്പോഴാണ് വേണി പിന്നെ ഉറക്കം വിട്ട് എഴുന്നേറ്റത്. ഒരുക്കാൻ ബ്യൂട്ടീഷ്യൻ എത്തിയിരുന്നു. ഒരുങ്ങുന്നതിന് മുമ്പായി തന്നെ രാധിക അവളെ കുറച്ച് ഓരെടുത്ത് കഴിപ്പിച്ചു. ഇനിയിപ്പോൾ എപ്പോഴാണ് കഴിക്കുകയെന്നറിയില്ല. ഉച്ചയ്ക്ക് ആരും വലുതായി കഴിച്ചിരുന്നല്ലോ. ആഹാരം കഴിച്ചത് ഒരുങ്ങാൻ തുടങ്ങി. റോയൽ ബ്ലൂ കളർ ഗൗൺ ആയിരുന്നു വേഷം. നെറ്റ് ഫാബ്രിക്കിൽ സീക്വൻസ് ബീഡ് വർക്ക് ചെയ്തെടുത്ത മനോഹരമായ ഗൗൺ. അതിന് ചേർന്ന ഹെവി മേക്കപ്പ് ആൻഡ് സിമ്പിൾ ജ്വല്ലറീസ് കൂടെ ആയതോടെ ഒരുക്കം പൂർണ്ണമായി. ഇതുവരെ കാണാത്തൊരു ലുക്കിൽ വേണി തിളങ്ങി. വേണിക്ക് മുമ്പ് തന്നെ ഹർഷനും ശ്യാമും രാധികയും റെഡിയായിരുന്നു. ഹർഷൻ ബ്ലാക്ക് കളർ ടക്സീഡോ ആയിരുന്നു ധരിച്ച്. ഹർഷൻ ആ വേഷത്തിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ശ്യാമിന്റെ നിർബന്ധത്തിൽ അവനായി തന്നെ സെലക്ട് ചെയ്ത് നൽകിയത് കൊണ്ട് ധരിച്ചെന്ന് മാത്രം. പക്ഷെ ഹർഷൻ കരുതിയിലും ഭംഗിയുണ്ടായിരുന്നു ആ വേഷത്തിൽ അവൻ. ഗസ്റ്റുകൾ ഓരോരുത്തരായി എത്തി തുടങ്ങിയതും എല്ലാവരും പാർട്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നിടത്തേക്ക് ചെന്നു. സമയം ഏകദേശം 7 മണിയോട് അടുത്തിട്ടുണ്ട്. ഗാർഡൻ ഏരിയയിലാണ് സ്റ്റേജ് എല്ലാം. എല്ലായിടത്തും നിറയെ അലങ്കാര ബൾബുകളും പൂക്കളും ഒക്കെയായി ഭംഗിയാക്കിയിട്ടുണ്ട് ഈവന്റ് മാനേജ്മെന്റ് ടീം. ശ്യാമാണ് ആങ്കറിങ്. അവനെല്ലാവരെയും ഗ്രീറ്റ് ചെയ്തുകൊണ്ട് ഹർഷനെയും വേണിയും വെൽക്കമിങ് ചെയ്തു. അയൽപ്പക്കത്തുള്ളവർ, അടുത്ത റിലേറ്റീവ്സ്, ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ്, ശ്യാമിന്റെ കുറച്ചധികം ഫ്രണ്ട്സ്, അങ്ങനെ വിവാഹത്തിനേക്കാൾ ആളുകളുണ്ടായിരുന്നു. കൂടാതെ വേണിയുടെ ഫാമിലിയും വരുന്നുണ്ട്. ഹർഷൻ വേണിയെ ചേർത്ത് പിടിച്ച് തന്റെ കൊളീഗ്സിന് പരിചയപ്പെടുത്തി. എല്ലായ്പ്പോഴും അവന്റെ കരങ്ങൾക്കുള്ളിൽ തന്നെയായിരുന്നു അവൾ. ഒരുപാട് സന്തോഷത്തോടെ പ്രണയം വിളിച്ചോതുന്ന മുഖത്തോടെ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യുന്നവരെ നോക്കി നാട്ടിലെ കുറച്ചു പേര് മാത്രം കുറ്റം കുറവും പറഞ്ഞുകൊണ്ടിരുന്നു. അതിൽ ബേബി ചേട്ടൻ തന്നെയായിരുന്നു മുന്നിൽ. അവർക്കിപ്പോഴും ഈ വിവാഹത്ര ദഹിച്ചിട്ടില്ല. കാണുന്നവരോട് അറിയുന്നവരോടെല്ലാം അവർ പൊടിപ്പുന്തൊങ്ങിൽ വെച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 8 മണിയോടടുപ്പിച്ചാണ് ഷാജിയും ഫാമിലി എത്തിച്ചേർന്നത്. അച്ഛനെയും അമ്മയും കണ്ടപ്പോഴേ വേണി ഓടിച്ചെന്നു. രണ്ടാളെയും കെട്ടിപ്പിടിച്ചു. അവരും അവളെ പൊതിഞ്ഞ് പിടിച്ചു. സുന്ദരിയായിട്ടുണ്ട്, സന്ധ്യയുടെ കവിളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ഹർഷനോടും മറ്റും സംസാരിക്കുമ്പോഴുമെല്ലാം ഷാജിയുടെ കണ്ണുകൾ വേണിയെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ ഓക്കെ ആണോ എന്ന് അയാൾക്ക് ഉറപ്പുവരുത്തണമായിരുന്നു. മകളുടെ ഉള്ളു തുറന്ന ചിരികളിലും ഹർഷനോടൊപ്പമുള്ള നിമിഷങ്ങളിൽ നിന്നും അവൾ സന്തോഷവതിയാണെന്ന് കാണേ അയാൾക്ക് വലിയ ആശ്വാസം കിട്ടി. മകൾ അയാൾക്കൊരു ഭാരമൊന്നുമല്ല. പക്ഷെ ഇനി അവൾ കരയരുത്, അപമാനിക്കപ്പെടരുത് എന്നൊക്കെ നിർബന്ധമുണ്ടായിരുന്നു ഷാജിക്ക്. സന്ധ്യയുടെയും ഷാജിയുടെ ഒപ്പം തന്നെയാണ് ഹർഷനും വേണിയും ഡിന്നർ കഴിച്ച്. ഡിന്നർ കഴിഞ്ഞ് വീണ്ടും സ്റ്റേജിൽ ഇരിപ്പിടത്തിലേക്ക് ഇരുന്നപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ശ്യാമും അമലും ഇരുഭാഗത്തും വെച്ചിരിക്കുന്ന സോങ്ങിനൊപ്പം ചുവട് വെച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി വന്നു. വേണി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവൾ 1-2 നിമിഷം ഡാൻസ് ആസ്വദിക്കാൻ പോലും കഴിയാതെ ആ ഞെട്ടിൽ തന്നെ തുടർന്നു. ഈ നിമിഷം വരെ ഒരു ക്ലൂ പോലും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു ഡാൻസിനെ പറ്റി. ആദ്യത്തെ ഞെട്ടലിന് ശേഷം അവൾ അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവരുടെ ഡാൻസ് കണ്ട് ആസ്വദിച്ചു. ആദ്യം ശ്യാമും അമലും മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് വേണിയുടെ മറ്റേ കസിൻസ് കൂടി പങ്കുചേർന്നു. 15 മിനിറ്റോളം പിന്നെ അവിടെ അവരുടെ ഓളം തന്നെയായിരുന്നു. എല്ലാം കഴിഞ്ഞ് റിസപ്ഷൻ ഏകദേശം അവസാനിക്കാറായപ്പോൾ ഷാജിയും ഫാമിലിയും എല്ലാം യാത്ര പറഞ്ഞു. 4 വീടിനപ്പുറത്തേക്കാണെങ്കിലും കണ്ണു നിറഞ്ഞു വേണിക്ക്. അവളെല്ലാവരെയും മാറി മാറി കെട്ടിപ്പിടിച്ചു. അവളെ ചേർത്ത് പിടിക്കെ സന്ധ്യക്കും കണ്ണു നിറഞ്ഞു. എന്റെ പൊന്നാൻറ്റി, ദേ ഈ കുരിപ്പിന്റെ മേലോട്രാമ കണ്ട ആന്റിയോട് തുടങ്ങല്ലേ ഡി വേണി മതി മോങ്ങിയത് വന്നേ. ശ്യാമ അമ്മയ്ക്കും മകൾക്കും ഇടയിൽ കയറി വേണിയെ പിടിച്ചു മാറ്റി. വേണി നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് നിന്നപ്പോൾ രാധിക അവളെ ചേർത്ത് പിടിച്ച് സന്ധ്യയോട് പറഞ്ഞു, ദേ വേണി എങ്ങനെയാണോ അവിടെ കഴിഞ്ഞ് അതുപോലെ അത്രയും സന്തോഷത്തോടെ തന്നെയായിരിക്കും ഇവിടെയും.
പിന്നെ ഒത്തിരി ദൂരത്തേക്കൊന്നല്ലല്ലോ സന്ധ്യ. ദേ 2 ചോട് വെക്കാനല്ലേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് പോവാലോ. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത സങ്കടപ്പെടുന്നു വേണ്ട. ഇവിടെ ആൾക്കൊരു സങ്കടം ഉണ്ടാവില്ല. രാധിക പറയുന്ന കേട്ടപ്പോൾ സന്ധ്യ പതിഞ്ഞ് ചിരിച്ചു. അവരിലെ അമ്മയ്ക്ക് ആ ഒരു ഉറപ്പ് മതിയായിരുന്നു. അമൽ മാത്രം ഇതിലൊന്നും പെടാതെ മാറി നിന്നു. ഇന്നലെ മുതൽ അവനൊരൽപ്പം സൈലന്റ് ആണ്. തന്റെ ചേച്ചി തന്നിൽ നിന്ന് അകലുമോ എന്നൊരു ഭയം അവനുണ്ട്. എങ്കിലും അവളുടെ സുരക്ഷിതമായ കൈകളിലാണെന്ന് ഉറപ്പിൽ സന്തോഷവുമുണ്ട്. വേണി മാറി നിൽക്കുന്ന അവന്റെ അടുത്തേക്ക് ചെന്നു മുഖം തരാതെ നിൽക്കുന്നവനെ കെട്ടിപ്പിടിച്ചു. പരസ്പരം ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ഉള്ളിലെ സ്നേഹം ആ ചേർത്ത് പിടിക്കലിലൂടെ പങ്കിട്ടു. തന്റെ ചുമലിൽ അറിയുന്ന നനവിലാണ് വേണിക്ക് അവൻ കരയുകയാണെന്ന് മനസ്സിലായത്. ആളോ അവനെ പിടിച്ചു മാറ്റി കണ്ണുകൾ തുടച്ചു കൊടുത്തു. നെറ്റിയിലേക്ക് വീണിടക്കുന്ന മുടി ഒതുക്കി വെച്ചു കൊടുത്തു. ഇത് കള്ളക്കരച്ചിലാണെന്ന് എനിക്കറിയാം. നീ സന്തോഷിക്കേണ്ട മോനെ. ഞാൻ ഇന്നും വീട്ടിൽ വരികയും ചെയ്യും. എനിക്കുള്ളതൊക്കെ ഞാൻ തന്നെ എടുക്കുകയും ചെയ്യും. നീ ഇപ്പൊ അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് സൂഹിക്കേണ്ട. വേണി അവനെ ദേഷ്യം പിടിപ്പിക്കാനെന്നോണം പറഞ്ഞു. ബാക്കി എല്ലാവരും അത് കേൾക്കെ ചിരിക്കെ അമലിന് പക്ഷെ ആ വാക്കുകൾ നൽകിയ ആശ്വാസം ചെറുതൊന്നുമായിരുന്നില്ല. അവൻ കണ്ണ് ഷോർട്ടിൽ അമർത്തി തുടച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഗേറ്റ് കടന്നു. ഹർഷൻ അവരോടൊപ്പം ഗേറ്റ് വരെ ചെന്നു. ഷാജിയുടെ കൈയിൽ പിടിച്ചാണ് അവൻ നടന്നത്. ഗേറ്റ് കടക്കുന്ന നേരം പിടിച്ചിരിക്കുന്ന കൈകളിൽ ഷാജി ഒന്നുകൂടി അമർത്തി. അതൊരു താക്കീത് ഓർമ്മപ്പെടുത്തൽ എന്നതിലുപരി അയാളുടെ വിശ്വാസം തന്നെയായിരുന്നു. ഹർഷൻ അയാളൊന്ന് ചേർത്ത് പിടിച്ചു. വാക്കുകൾക്കപ്പുറം അവന്റെ മൗനത്തിലുണ്ടായിരുന്നു അയാൾക്കുള്ള മറുപടി. രാധികയുടെ റൂമിൽ തന്നെയാണ് വേണി ഹർഷൻ റിസപ്ഷൻ കഴിഞ്ഞ് ഫ്രഷ് ആയത്. സെറ്റ് മുണ്ടുമൊന്നും ഉടുത്തില്ലെങ്കിലും ഒരു ഗ്ലാസ്സിൽ പാൽ കാച്ചി ചെയ്തെടുത്തു കൊടുത്ത് രാധിക വേണിക്ക്. ഹർഷൻ 10 മിനിറ്റ് മുമ്പാണ് റൂമിലേക്ക് പോയത്. രാധിക തന്നെ വേണിയെ റൂമിലേക്ക് ആക്കി കൊടുക്കെ ഹാളിൽ ഉറങ്ങാതെ കാത്തിരുന്ന ശ്യാമ തുള്ളിച്ചാടി കൂടെ ചെന്നു. വേണിയെ നോക്കി കള്ളച്ചിരിയും അനാവശ്യ എക്സ്പ്രഷനും കൗണ്ടറുകളും പറയുന്നവനെ അടക്കി നിർത്താൻ രാധികയ്ക്കും പറ്റിയില്ല. മാത്രമല്ല അവന്റെ കാട്ടിക്കൂട്ടലുകൾക്കാണ് അവൾക്ക് ചിരിയും വന്നുപോയി. വേണിക്ക് പക്ഷെ അവനെ പിടിച്ച് നല്ല 2 കൊടുക്കാനാണ് തോന്നിയത്. പിന്നെ എല്ലാം ക്ഷമിച്ചവൾ നടന്നു. ഒരുവിധം വേണിയെ റൂമിന് മുന്നിലേക്ക് ആക്കി കൊടുത്ത് രാധിക. ബന്ധുക്കളെല്ലാം ഉള്ളതുകൊണ്ടാണ് അവരായി തന്നെ അവളെ റൂമിലേക്ക് ആക്കി കൊടുത്ത്. ഇല്ലെങ്കിൽ അവർ ഈ പരിപാടിക്ക് നിൽക്കില്ല. ഇതെല്ലാം ക്രിഞ്ചാണെന്നാണ് അവരുടെ പക്ഷം. ചാരിയിട്ടിരിക്കുന്ന ഡോറ് തുറന്ന് വേണിയെ ശ്യാം അകത്തേക്ക് തള്ളി. വേണി വീണു പോകാതെ ബാലൻസ് ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറി. പുറകിൽ വാതിലടയുന്ന രാധികയുടെ വഴക്കും കേൾക്കാം. വേണി പതിയെ മുഖമുയർത്തി മുന്നോട്ട് നോക്കി. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ അരികിലേക്ക് വരുന്നവൻ. വേണി ചെറിയൊരു വെപ്രാളത്തോടെ മുഖം കുനിച്ചു. ഹർഷന്റെ ചുണ്ടിലെ ചിരിക്കും മാറ്റുകൂടി. മറ്റാരെക്കാളും തന്നോട് കുറുമ്പ് കാണിക്കുന്നവളാണ്, വഴക്കിടുന്നവളാണ്, പിണങ്ങി നടക്കുന്നവളാണ്, എപ്പോഴും തന്നെ മുട്ടുകുത്തിക്കുന്നവളാണിപ്പോൾ ഇങ്ങനെ പരിഭ്രമിച്ച് നാണിച്ച് നിൽക്കുന്നത്. വേണി, ഇതെന്തു പറ്റി? നാണാണോ അതോ പേടിയാണോ? ഇത് രണ്ടും ഉണ്ടാവേണ്ടതല്ലോ. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ വീമ്പിളക്കിയിട്ട് ഇപ്പൊ മുഖം കുലിച്ച് നിൽക്കുകയാണോ? ഹർഷൻ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി വെച്ചുകൊണ്ട് ചോദിച്ചു. എന്തു പറ്റി എന്റെ കുറുമ്പത്തിക്ക്? ഹർഷൻ ഇപ്പോഴും മുഖം തരാത്തവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. വേണിയൊന്ന് പിടഞ്ഞു. പിന്നെ മെല്ലെ അവനിലേക്ക് ചേർന്ന് നിന്നു. എനിക്ക് പേടിയെന്നാണൊന്നുമില്ല, ചെറിയൊരു ഭയം, അത്രയേ ഉള്ളൂ. ഹർഷൻ അവളുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തി. മുടിക്ക് ഇപ്പോഴും മുല്ലപ്പൂവിന്റെ ഗന്ധമുണ്ട്. എന്തിനാണ് ഹർഷൻ ചേട്ടന്റെ കുട്ടിക്ക് ഭയം? ഞാനല്ലേ? അവൻ അവളിൽ നിന്ന് അകന്നുകൊണ്ട് പറഞ്ഞു. പിന്നെ ചെന്ന് ഡോർ ലോക്ക് ചെയ്തു. അവന്റെ ഒരു ചേർത്തി പിടിക്കലിൽ വേണിയുടെ ആ പരിഭ്രമം അകന്നിരുന്നു. അവൾ റൂമൊട്ടാകെ നോക്കി. വെളുത്ത നിറത്തിലുള്ള മെത്തയിൽ മുല്ലപ്പൂവ് ചിതറി കിടക്കുന്നുണ്ട്. ഫ്ലോറിലും അങ്ങിങ്ങായി മുല്ലയും റോസ് പെറ്റൽസും. ടേബിൾ ചെറിയൊരു ബൗളിൽ ഫ്രൂട്ട്സ്, പിന്നെ ഒരു മുല്ലയുടെ മാലയും 2-3 ക്യാൻഡിൽസ് മിററിന് മുമ്പിലായി. കൂടാതെ റെഡ് റോസയുടെ ഒരു ചെറിയ ബൊക്കെ. ഡിം യെല്ലോ റൈറ്റ്സിൽ ഒരു മിനിമൽ ലുക്ക്, ഫ്ലവേഴ്സിന്റെ മൈൽഡ് ഫ്രാഗ്രൻസ്. വേണി ചുറ്റും കണ്ണോടിച്ചു. ശ്യാമിന്റെ വർക്ക്സ് അവൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നിൽ വീണ്ടും ഹർഷന്റെ ചൂടറിഞ്ഞപ്പോൾ വേണി ചിരിയോടെ തിരിഞ്ഞു. ഇതുവരെ കാണാത്ത കള്ളത്തരവും ചിരിയും കണ്ണുകളിലെ ഇഷ്ടവും. വേണിയുടെ കണ്ണുകളിൽ കൗതുകം നിറഞ്ഞു. എനിക്ക് കൊതിയാവുന്നടി, അവൻ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. ഈ ഭാവവും വിളിയുമൊക്കെ വേണിക്ക് പുതിയതാണ്. ഹർഷൻ എപ്പോഴും വേണി എത്ര സ്വാതന്ത്ര്യത്തോടെ പെരുമാറുമ്പോഴും സൂക്ഷിച്ചിരുന്ന ഗൗരവത്തിന്റെ ആ മുഖംമൂടി മുഴുവനായി അഴിഞ്ഞു വീണതുപോലെ. എന്തിനു കൊതി? നല്ല ക്ഷീണം. എത്ര ദിവസമായിരുന്നു സുഖമായി ഉറങ്ങിയിട്ട്. ഹർഷൻ ചേട്ടന് ടയേർഡാവും അല്ലേ? പാൽ കുടിച്ചിട്ട് നമുക്ക് ഉറങ്ങാൻ വേഗം. വേണി ആ സംസാരം വഴി മാറ്റിക്കൊണ്ട് നേരത്തെ അവൻ വാങ്ങി വെച്ച പാലിന്റെ ഗ്ലാസ് എടുത്തു. ആദ്യം അവൾ തന്നെ കുറച്ച് കുടിച്ചു. പിന്നെ കൺഫ്യൂഷനായി നിൽക്കുന്നവരുടെ അടുത്തേക്ക് അതുമായി ചെന്നു. ഹർഷൻ ഗ്ലാസ് വാങ്ങി കുടിക്കാതെ ടേബിൾ തന്നെ വെച്ചു. ഇത്രയും ദിവസം എന്നെ കൊതിപ്പിച്ചിട്ട് ഇപ്പൊ ഉറങ്ങാന്നോ? ഉറക്കി തരാൻ ഞാൻ. അവൻ വേണിയെ കൈകൾ കോരിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. മുകളിലായി കൈകുത്തിക്കൊണ്ട് അവനും കിടന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ ഹർഷൻ ചേട്ടനോട് കൊതിച്ചിരിക്കാൻ. ഇത്ര ദിവസം മസിൽ പിടിച്ചിരുന്നിട്ട്
ചൂണ്ടുവിരൽ കൊണ്ട് അവന്റെ കവിളിൽ നല്ലൊരു കുത്തുകൊടുത്ത് വേണി. ഇഷ്ടമില്ലായിട്ടൊന്നുമില്ല, പിന്നതേ ഈ താലിയാർത്തിയിട്ട് സ്വന്താക്കാന്ന് വെച്ചു. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്യാൻ വയ്യ. ഹർഷൻ ചേട്ടന്റെ കൺട്രോൾ മുഴുവൻ പോയടി. ഹർഷൻ വേണിയുടെ കഴുത്തിടുക്കിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറയവേ വേണി പൊട്ടിച്ചിരിച്ച്. ഹർഷൻ ഉയർന്നു വന്നവളുടെ ചുണ്ടാകെ പൊതിഞ്ഞ് ആ ചിരിയെടുത്തു. ഉടലാകെ പൊതിയുന്ന ചൂടും വിറയലും, ദേഹമാകെ പടരുന്ന പ്രണയം. പയ്യെ ആ രാത്രി രണ്ടു മനുഷ്യർ പരസ്പരം പ്രണയിച്ച് കാമിച്ച് സ്വന്തമാക്കി. വെളുപ്പിനെപ്പോഴാണ് ഉറങ്ങിയതെങ്കിലും പതിവ് നേരത്തേനെ ഹർഷൻ ഉണർന്നു. നെഞ്ചിൽ തന്റെ കൈകൾക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവളെ കണി കണ്ടുള്ള ആദ്യത്തെ പകൽ. അവൻ അങ്ങനെ കിടന്നുകൊണ്ട് വേണിയുടെ മൂർധാവിലൊന്ന് മുത്തി. പിന്നെയും അല്പനേരം കൂടെ അങ്ങനെ കിടന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുകയും ചെയ്തു. ചിന്തകളിലെ പുഴയ്ക്കോ അവന്റെ ചുണ്ടുകൾ വിരിയുകയും മുഖം ചുവക്കുകയും ചെയ്തു. ഹർഷൻ പിന്നെയും വേണിയുടെ മൂർധാവിൽ ചുണ്ടമർത്തി. 5-6 നിമിഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരൽപ്പം മടിയോടെ തന്നെ വേണി ഉണർത്താൻ നെഞ്ചിൽ നിന്നും മാറ്റി കിടത്തി. പിന്നെ ഫ്രഷായി താഴേക്ക് ചെന്നു. ആരും ഉണർന്നിട്ടില്ല. അവൻ കിച്ചണിൽ ചെന്ന് കടുപ്പത്തിലൊരു കട്ടനിട്ടു. പിന്നെ അതുമായി ഉമ്മറത്തേക്ക് ചെന്നു. പത്രം വീണ് കിടപ്പുണ്ടായത് എടുത്ത് നിവർത്തിക്കൊണ്ട് ഉമ്മറപ്പടിയിലേക്ക് ഇരുന്നു. പിന്നെ വീട്ടിൽ ഓരോരുത്തരായി എണീറ്റ് വന്നപ്പോഴാണ് അവൻ റൂമിലേക്ക് പോയത്. ഹർഷ, വേണി കൂട്ടി അമ്പലത്തിൽ പോണോട്ടോ. ചെന്നവളെ എണീപ്പിച്ച് വേഗം പോയി പോര്. ഇന്നലെ സന്ധ്യ കൂടി പറഞ്ഞതാ അമ്പലത്തിൽ പോണ കാര്യം. ഹർഷൻ സ്റ്റെയർ കയറുന്നതിൽ രാധിക വിളിച്ചു പറഞ്ഞു. അമ്മയോടൊന്ന് മൂളിക്കൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോൾ വേണി കുളി കഴിഞ്ഞ് മുടി തുവർത്തിക്കൊണ്ട് നിൽപ്പുണ്ട്. അമ്മ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു. അവൻ ചുറ്റിപ്പിടിച്ച് ചുമലിൽ താടിയേർത്തുകൊണ്ട് പറഞ്ഞു, ഇന്നലെ റൂമിലേക്ക് ആക്കി തരുമ്പോൾ കൂടി എന്നോട് പറഞ്ഞിരുന്നു. വേണിയും അവനോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു. അവൻ പിൻകഴുത്തിൽ ചുണ്ടമർത്തിയതും വേണി പിടഞ്ഞു മാറി. ഇപ്പൊ വേണ്ട, അമ്പലത്തിൽ പോയി വന്നിട്ട്. വേണി പറഞ്ഞപ്പോൾ ഹർഷ നിരാശയോടെ അവളെ നോക്കി. പിന്നെ പെട്ടെന്ന് തന്നെ ഉടുത്തുമാറുള്ള ഷർട്ടും മുണ്ടും എടുത്തു. പെട്ടെന്ന് തന്നെ ഒരുക്കി കഴിഞ്ഞതും അവൻ വേണിയെ ശല്യം ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു. ഒരു വിധത്തിലാണ് വേണി ഒരുക്കം പൂർത്തിയാക്കിയത്. ഹർഷന്റെ ഷർട്ടിനോട് മാച്ച് ചെയ്യുന്ന ഗ്രീൻ കളർ കരയുള്ള സെറ്റും മുണ്ടുമാണ് വേണി ഉടുത്തത്. 2 വശത്തുനിന്നും മുടിയെടുത്ത് പിന്നെ കണ്ണെഴുതി ചെറിയൊരു പൊട്ടും തൊട്ടു. കൈകളിൽ വീതിയേറിയ ഓരോ വളകളും, കഴുത്തിൽ ഹർഷന്റെ താലിയും മാത്രം. ഹർഷൻ അലമാറിയിൽ അവൻ തന്നെ വാങ്ങിച്ചിരുന്ന കുങ്കുമച്ചെപ്പെടുത്ത് തുറന്ന് അതിൽ നിന്നൊരു പിഞ്ചെടുത്ത് വേണിയുടെ സീമന്തം ചുവപ്പിച്ചു. രണ്ടാളും താഴേക്ക് ചെന്നപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. രാധിക അടുക്കളയിലാണ്. ഗോപൻ പത്രം വായിച്ചുകൊണ്ട് സെറ്റിലിരിക്കുന്നുണ്ട്. ശ്യാം കുട്ടികളോട് കളിച്ചുകൊണ്ട് ഗോപന്റെ അടുത്ത് തന്നെ. ഇതെങ്ങടാ ഇപ്പൊ തന്നെ? എടി വേണി, നിനക്കേട്ടനും അടുത്തോ ഒറ്റ രാത്രി കൊണ്ട്? ശ്യാം ഒന്നും ചിന്തിക്കാതെ ചോദിച്ചു. അവന്റെ ചെക്ക അവരെ അമ്പലത്തിലേക്കാ. നേരം വെളുക്കുമ്പോ തന്നെ ഓരോ കെട്ട വർത്താനം പറഞ്ഞോളും. അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് രാധിക ശ്യാമിനെ ഒന്ന് ഇരുത്തി നോക്കി. ശ്യാം ഒന്ന് വിളിച്ചുകൊണ്ട് വേണിയെ മാത്രം നോക്കി. അവൻ എന്തോ നിടയുന്ന രീതിയിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. ഹർഷന്റെ മുഖം കനത്തിട്ടുണ്ടാവും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ അവൻ ആ ഭാഗത്തേക്ക് നോക്കാൻ തന്നെ നിന്നില്ല. ഞങ്ങൾ ഇറങ്ങാമേ, ഹർഷൻ അമ്മയോട് പറഞ്ഞുകൊണ്ട് അങ്കിളിനെ കൂടി നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. രാധിക എന്തൊക്കെയോ പൂജയുടെയും വഴിപാടുകളുടെയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ് വിട്ടത്. നേരം വെളുത്തിട്ടുണ്ടെങ്കിലും തണുപ്പ് വിട്ടുമാറിയിട്ടില്ല. വേണി മുന്താണി ഒതുക്കി ഹർഷന്റെ പുറകിലേക്ക് കയറിയിരുന്നു. പിന്നെ ഉമ്മറത്ത് കേൾക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് തലയാട്ടി. ബുള്ളറ്റ് ഗേറ്റ് കടന്നു. തന്റെ വീടിനുമ്പിലെത്തിയപ്പോൾ വേണിയൊന്ന് എത്തി നോക്കി. എല്ലാവരും എണീറ്റിട്ടുണ്ട്. പക്ഷേ ആരെയും പുറത്ത് കാണുന്നില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.